അടുത്തൊരു വാർത്ത എൽനിനോയും ലാനിനയും സംബന്ധിച്ചാണ്. അപ്പോൾ എൽനിനോ വാനിങ്, അതായത് എൽനിനോ പോയിട്ട് ലാനിനെ ഡെവലപ്പ് ചെയ്യാൻ 2024 പകുതിയോട് കൂടിയിട്ട് സാധ്യതയുണ്ട് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ലാനിനെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഓസ്ട്രേലിയ സൈഡിലേക്ക് ഹയർ പ്രിസിപ്പിറ്റേഷൻ വരും, സൗത്ത് ഏഷ്യ ഇന്ത്യ സൈഡിലേക്ക് കൂടുതൽ പ്രിസിപ്പിറ്റേഷൻ വരും എന്നുള്ളതാണ് പറയുന്നത്. അതേ സമയത്ത് അമേരിക്കയിലെ ഡ്രൈ ക്ലൈമറ്റ് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും ഓയിൽ സീഡ് പ്രൊഡ്യൂസിങ് റീജിയനെ ബാധിക്കും എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് എൽനിനോ ലാനിന എന്ന് പറയാം. അതായത് നമ്മുടെ പസഫിക് ഓഷ്യനിൽ ഉണ്ടാവുന്ന ഒരു പ്രതിഭാസം അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് എൽനിനോ ലാനിന എന്ന് വിളിക്കുന്നത്. സിമ്പിൾ, എൽനിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എന്ന് പറയുന്നത് ഈസ്റ്റ്. ഓക്കെ, അതായത് പസഫിക് ഓഷ്യന്റെ ഈസ്റ്റേൺ സൈഡിൽ നമ്മൾ മാപ്പിൽ വരക്കുവാണെങ്കിൽ ഇത് നോർത്ത്, ഇത് ഈസ്റ്റ്, ഇത് സൗത്ത്, ഇത് വെസ്റ്റ്. ഇപ്പൊ പസഫിക് ഓഷ്യന്റെ ഈസ്റ്റേൺ സൈഡില് വാം ആവുന്നത്, ഓഷ്യൻ സർഫസ് ടെമ്പറേച്ചർ വർദ്ധിക്കുകയും കടല് ചൂടാവുന്ന ഒരു പ്രതിഭാസമാണ് നമ്മൾ എൽനിനോ ഈസ്റ്റ്, പസഫിക് ഓഷ്യന്റെ ഈസ്റ്റ് സൈഡാണ്. അതുകൊണ്ടാണ് എൽനിനോ എന്ന് വിളിക്കുന്നത്. പേരങ്ങനെയല്ല, ഞാൻ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലൂ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എൽനിനോ ഈസ്റ്റേൺ സൈഡിൽ, പസഫിക് ഓഷ്യന്റെ ഈസ്റ്റേൺ സൈഡിൽ വാർമിങ്, ചൂടാവുകയാണ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈസ്റ്റേൺ സൈഡ് ചൂടാവെന്ന് പറയുമ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കുറവായിരിക്കും, ഇവിടെ ഇവിടെ കൂളർ ആയിരിക്കും എന്ന് ഓർത്തുവെക്കേണ്ടത്. അപ്പൊ ഇവിടെ വാമർ ആയിരിക്കും എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഒരുപാട് മോയ്സ്ചർ പ്രൊഡ്യൂസ് ചെയ്യും, അത് മഴക്ക് കാരണമാകും എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ മഴക്ക് കാരണമാവെന്ന് വെച്ചാൽ എന്നുള്ള ഒരു പ്രതിഭാസമാണ്. അതേസമയത്ത് ഇവിടെ ചൂടാകുമ്പോൾ ഇവിടെ ഡ്രൈ ആയിരിക്കും, സ്വാഭാവികമായിട്ടും ഇവിടെ മഴ കുറയാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് എന്ന് കൂടി ഓർത്തുകൊണ്ട്. അപ്പൊ എൽനിനോ ഉണ്ടാവുമ്പോൾ നോർത്ത് അമേരിക്കയിൽ ഉണ്ടാവുന്ന പ്രതിഭാസവും നമ്മളെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഓസ്ട്രേലിയയിലും ഉണ്ടാവുന്ന പ്രതിഭാസം വ്യത്യാസമായിരിക്കും. ഇനി ഇതിന്റെ നേരെ വിപരീതമാണ് ലാനിന എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. ലാനിന എന്ന് വിളിക്കുമ്പോൾ എന്താ സംഭവം? ഇതിന് നേരെ വിപരീതം സംഭവിക്കും. നേരെ വിപരീതം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ എൽനിനോയിൽ ഈസ്റ്റേൺ സൈഡിലാണ് വാം വാട്ടർ എങ്കിൽ പിന്നെ ലാനിനയിൽ ഇവിടെയാണ് വാം വാട്ടർ ഉണ്ടാവുക. അപ്പൊ എവിടെ കൂടുതൽ മഴ കിട്ടും? ഇവിടെ കൂടുതൽ മഴ കിട്ടും, ഇവിടെ കൂടുതൽ മഴ കിട്ടും. കാരണം വാം വാട്ടർ ഉണ്ടാവുമ്പോൾ കൂടുതൽ മോയ്സ്ചർ പ്രൊഡ്യൂസ് ചെയ്യും, ഇത് കാറ്റിലൂടെ കരയിലേക്ക് വരും, അത് മഴ പെയ്യിക്കും. അതേസമയത്ത് ഈ ഒരു പ്രദേശത്ത് ഭയങ്കര ഡ്രൈ ആയി പോകും എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പൊ ഇത് പസഫിക് ഓഷ്യന്റെ സർഫസ് ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഭാസമാണ്. അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ചുകൾ, കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് ഭയങ്കര റിലവന്റ് ആയിട്ടുള്ളതെന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പൊ ആക്ച്വലി ലാനിനെ രൂപപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത വരുന്നത്. അപ്പൊ ഇവിടെ വാം വാട്ടർ ഉണ്ടാവും, അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെയൊക്കെ മഴ പെയ്യാൻ സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം, ലാനിന എമേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് വരുന്നത്. നിങ്ങൾ ജിയോഗ്രഫിയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അത് ഞാനിവിടെ ബ്രീഫായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എൽനിനോയും ലാനിനയും എന്താണെന്ന് പറഞ്ഞാൽ, എൽനിനോ ഈസ്റ്റേൺ പസഫിക് ഓഷ്യൻ എന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പം അടുത്ത ഈ വർഷം പകുതിയോട് കൂടിയിട്ട് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറോട് 40 മുതൽ 50% ചാൻസ് ഉണ്ട് ലാനിന ഡെവലപ്പ് ചെയ്യാൻ എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലാനിനയുടെ ഇമ്പാക്ട് എന്താ? നമ്മൾ പറഞ്ഞു ലാനിന എന്ന് പറയുന്നത് എവിടെയാണ് ചൂട് കൂടുതൽ ഉണ്ടാവുക? ഇവിടെയാണ് ചൂട് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ മോയ്സ്ചർ കൂടുതലായിരിക്കും. മോയ്സ്ചർ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ ജലാംശം വർദ്ധിക്കും, നീരാവി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും, ഇത് ഇവിടെയൊക്കെ മഴ പെയ്യും. അതായത് ഓസ്ട്രേലിയയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും കൂടുതൽ മഴ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് കാരണമാകും. അതേ സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എബോവ് ആവറേജ് റെയിൻഫോൾ ഇവിടെ ഉണ്ടാവാൻ കാരണമാകും എന്നുള്ളതാണ്. അതായത് എബോവ് ആവറേജ് റെയിൻഫോൾ ഉണ്ടാവുന്ന വെച്ചാൽ അതിന്റെ തുടർച്ചയായിട്ട് ഫ്ലഡും ലാൻഡ് സ്ലൈഡും ഉണ്ടാവാൻ കാരണം. അതേസമയത്ത് സൗത്ത് അമേരിക്കയുടെ കേസ് നോക്കുവാണോ, സെൻട്രൽ അമേരിക്കയുടെ കേസ് നോക്കുവാണെങ്കിലോ അവിടെ വളരെ ഡ്രൈ ആയിട്ടുള്ള മഴ കുറയുകയും വളരെ ഡ്രൈ ആയിട്ടുള്ള കാലാവസ്ഥ ഉണ്ടാകുകയും ഈവൻ വരൾച്ച ഉണ്ടാവാനും സാധ്യതയുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. ഇതിന്റെ ഭാഗമായിട്ട് ജെറ്റ് സ്ട്രീമുകളൊക്കെ ഷിഫ്റ്റ് ചെയ്യാനും വിൻഡ് പാറ്റേണിലൊക്കെ ചേഞ്ച് ഉണ്ടാവാനും കാരണമാകും എന്ന് കൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ജെറ്റ് സ്ട്രീമുകൾ പോകുന്നുണ്ട്, ആ ഒരു ജെറ്റ് സ്ട്രീമുകളുടെ പാറ്റേണിലൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ക്ലൈമറ്റുമായി ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ അഗ്രികൾച്ചർ ക്ലൈമറ്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ക്ലൈമറ്റിൽ അഗ്രികൾച്ചറിന് പോസിറ്റീവ് ഇമ്പാക്റ്റുകളും നെഗറ്റീവ് ഇമ്പാക്റ്റുകളും ഉണ്ടാകും. അതായത് നന്നായിട്ട് മഴ വേണ്ട സ്ഥലങ്ങളിൽ, അതായത് റൈസ് പോലുള്ള ക്രോപ്പുകൾ കൃഷി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഖാരിഫ് ക്രോപ്പുകൾ കൃഷി ചെയ്യുമ്പോൾ നല്ല മഴ വേണം. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഓസ്ട്രേലിയയിലൊക്കെ നന്നായിട്ട് റൈസ് കൃഷി ചെയ്യാൻ വേണ്ടി പറ്റും. അതേസമയത്ത് ഡ്രയർ കണ്ടീഷൻ, ഡ്രോട്ട് പ്രോൺ ഏരിയാസിനെ വളരെ യൂസ്ഫുൾ ആയിട്ട് ഇത് മാറുകയും ചെയ്യും. നെഗറ്റീവ് ഇമ്പാക്ട് എന്താ? സ്വാഭാവികമായിട്ടും ഇവിടെ മഴ കൂടുതൽ പെയ്യുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാവും, ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജ് ഉണ്ടാവാം, ചിലപ്പോൾ വെള്ളം പൊങ്ങി ഈ ഒരു റൈസ് ഫീൽഡ് ഒക്കെ ചിലപ്പോൾ വെള്ളത്തിൽ അങ്ങ് മുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ഫുഡ് സെക്യൂരിറ്റിനെ ബാധിക്കാനും കഴിയും. അതായത് നമ്മൾ മഴ കൂടും,
അത് അഗ്രികൾച്ചറിനെ സഹായിക്കുമെന്ന് വിചാരിക്കുമ്പോൾ മഴ നന്നായിട്ട് കൂടിക്കഴിഞ്ഞാൽ അത് വെള്ളപ്പൊക്കം വന്നിട്ട് എല്ലാം നശിച്ചു പോകാനും സാധ്യതയുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കണം. അപ്പോൾ എത്രമാത്രമാണ് ലാനിനയുടെ ഇന്റൻസിറ്റി, എത്രമാത്രം സ്ട്രോങ് ആണ് ലാനിന എന്നനുസരിച്ചിരിക്കും ഇതിന്റെ ഇമ്പാക്ട് എന്ന് കൂടി ഓർത്ത് വെക്കണതാണ്. അപ്പൊ എൽനിനോയും ലാനിനയും എന്താണെന്ന് ബ്രീഫായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ജിയോഗ്രഫിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. എൽനിനോ ലാനിന എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്പോസിറ്റ് ഫാസസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എൽനിനോ സൗത്തേൺ ഓസിലേഷൻ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ഇത് എൻസോ എന്ന് വിളിക്കാറുണ്ട്. ഇതൊരു ക്ലൈമറ്റിക് പാറ്റേൺ ആണ്, പസഫിക് ഓഷ്യനിലാണ് വരുന്നതെന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. അപ്പൊ എൽനിനോ എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ, അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈസ്റ്റേൺ ട്രോപ്പിക്കൽ പസഫിക് ഓഷ്യനിൽ അവിടെ വാർമർ ആയിട്ടുള്ള സീ സർഫേസ് ഉണ്ടാവുക, കടലിന്റെ ജലത്തിന്റെ താപനില ഊഷ്മാവ് വർദ്ധിക്കുന്ന സംഭവമാണ് എൽനിനോ. അതേസമയത്ത് ലാനിന എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. എവിടെയാണ്? വെസ്റ്റേൺ സൈഡിലാണ് വർദ്ധിക്കുക എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട് ടെമ്പറേച്ചർ, അതിന്റെ ഇമ്പാക്റ്റും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി തോന്നും. എൽനിനോയും ലാനിനായും വന്നു കഴിഞ്ഞാൽ 9 മുതൽ 12 മാസം വരെ ഉണ്ടാവും. അത് മാക്സിമം പോയാൽ 2 വർഷം വരെ ഉണ്ടാക്കും എന്ന് ഓർത്ത് വെക്കുക. ഇപ്പൊ 2 മുതൽ 7 വർഷം പീരീഡിലാണ് ഇത് ഉണ്ടാവുക. അപ്പൊ എല്ലാ സമയത്തും ഇത് ഉണ്ടാവണം എന്നൊന്നുമില്ല, ഉണ്ടാവുമ്പോൾ അത് 2 മുതൽ 7 വർഷം പീരീഡിലൊക്കെ ഉണ്ടാവും. വന്നു കഴിഞ്ഞാൽ അത് ഏകദേശം 9 മുതൽ 12 മാസം വരെ അല്ലെങ്കിൽ ചിലപ്പോൾ 2 വർഷം വരെയൊക്കെ നിൽക്കാം എന്ന് കൂടി ഓർത്ത് വെക്കുക. ഇതിൽ എൽനിനോയാണ് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടാവുന്നതെന്ന് കൂടി ഓർത്ത് വെക്കുക ലാനിനയെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇവ രണ്ടും ലോകത്തിലുള്ള വെതർ പാറ്റേൺസിനൊക്കെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മഴയുടെ അളവ്, ഡ്രോട്ട് ഉണ്ടാവുന്നത്, വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത് അതിനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുന്നതാണ്. അതായത് ഓരോ പ്രദേശങ്ങളിലും കൂടുതൽ മഴ ലഭിക്കുന്നതും വെള്ളപ്പൊക്കം ഉണ്ടാവുന്നതും വരൾച്ച ഉണ്ടാവുന്നതിനെയൊക്കെ ഇത് സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ലാനിനയും എൽനിനോയും തമ്മിലുള്ള ഇമ്പാക്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ അത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൽനിനയുടെ ഇമ്പാക്ട് എന്താണ്, ലാനിനയുടെ ഇമ്പാക്ട് എന്താണ്. അഗ്രികൾച്ചർ പ്രൊഡക്ഷന്റെ മേലെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുകൂടി ഓർത്ത് വെക്കുക. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും മറ്റുമൊക്കെ ഇത് വളരെ ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിരുന്നു. അതായത് എൽനിനോ ഉണ്ടാകുന്ന സമയത്ത് ഈസ്റ്റേൺ സൈഡിൽ മഴ, എൽനിനോ ഉണ്ടാകുന്ന സമയത്ത് ഈസ്റ്റേൺ സൈഡിലാണ് മോയ്സ്ചർ കൂടുതൽ. അപ്പൊ US നന്നായിട്ട് മഴ പെയ്യും, അവിടുത്തെ ക്രോപ്പ് പ്രൊഡക്ഷൻ വർദ്ധിക്കും. അതേസമയത്ത് ഓസ്ട്രേലിയ സൈഡിൽ, പസഫിക് ഓഷ്യന്റെ വെസ്റ്റേൺ സൈഡിൽ അവിടെ ഭയങ്കര ഡ്രൈ ആയിരിക്കും. ഓസ്ട്രേലിയയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കുറയാൻ സാധ്യതയുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുന്നതാണ്. അതേസമയത്ത് ലാനിന വരുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈവന്റും ഉണ്ടാവും എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ജോഗ്രഫിയിൽ പഠിക്കുന്നതാണ്, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. ഞാനിവിടെ ബ്രീഫ് ആയിട്ട് മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ, ഒരു ഐഡിയ തരുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ലാനിനയൊക്കെ വാർത്തയിൽ വരുന്നുണ്ട്, അപ്പോൾ നന്നായിട്ട് പഠിക്കണം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ട് പ്രിപ്പറേഷൻ ചെയ്യുക.